ജീവിതഗന്ധിയായ കാര്യങ്ങൾ പുതുമയോടെ അവതരിപ്പിക്കുന്നതാണ് മാധ്യമപ്രവർത്തനം. ഫാദർ ഡാനി കപ്പൂച്ചിൻ. വരാപ്പുഴ അതിരൂപതയുടെ ഔദ്യോഗിക ന്യൂസ് ചാനലായ കേരളവാണി സെയിന്റ് ആൽബർട്ട്സ് ഹൈസ്കൂളിൽ ഒരുക്കിയ മീസ്കോപ്പ് 3 ദിവസം നീണ്ടു നിൽക്കുന്ന മീഡിയ വർക്ക്ഷോപ്പിന്റെ ഉദ്ഘാടനം മെയ് 22-ാം തീയതി തിങ്കളാഴ്ച വരയൻ എന്ന സിനിമയുടെ തിരക്കഥാകൃത്തായ ഫാദർ ഡാനി കപ്പൂച്ചിൻ നിർവഹിച്ചു. കേരളവാണി ഡയറക്ടർ ഫാദർ യേശുദാസ് പഴമ്പള്ളി, അസോസിയേറ്റ് ഡയറക്ടർ ഫാദർ ജോസ്ലിൻ, അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ നിബിൻ കുര്യാക്കോസ്, ഫാദർ ജോർജ് പുന്നക്കാട്ടുശ്ശേരി, ഫാദർ ജോർജ് കുറുപ്പത്ത്, മീഡിയ കമ്മീഷൻ സെക്രട്ടറി സിബി, പബ്ലിക് റിലേഷൻസ് ഓഫീസർ അഡ്വക്കേറ്റ് ഷെറീജിയ തോമസ്, ICTA പ്രസിഡന്റ് ഇഗ്നേഷ്യസ് ഗോൺസാൽവസ് എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. 15-നും 25-നും ഇടയിൽ പ്രായമുള്ള 40ഓളം കുട്ടികൾ മീഡിയ വർക്ക്ഷോപ്പിൽ പങ്കെടുത്തു. വീഡിയോഗ്രാഫി, ഫോട്ടോഗ്രാഫി, എഡിറ്റിംഗ്, ഗ്രാഫിക് ഡിസൈനിംഗ്, ന്യൂസ് കണ്ടന്റ് റൈറ്റിംഗ് എന്നീ വിഷയങ്ങളാണ് സിലബസിൽ ഉൾപ്പെടുത്തിയിരുന്നത്. 24-ാം തീയതി ബുധനാഴ്ച വൈകുന്നേരം നടന്ന സർട്ടിഫിക്കറ്റ് വിതരണം അതിരൂപത പ്രൊക്രേറ്റർ പെരിയ ബഹുമാനപ്പെട്ട സോജൻ മാളിക്കലച്ചൻ നിർവഹിച്ചു. വീഡിയോഗ്രാഫി, ഫോട്ടോഗ്രാഫി, വീഡിയോ എഡിറ്റിംഗ് തുടങ്ങിയ മികച്ച കോഴ്സുകൾ നല്ല രീതിയിലൂടെ നടത്തിയിട്ടുണ്ട്. കേരളവാണിയെ സംബന്ധിച്ച് വളരെ നല്ലൊരു അടിത്തറയാണ്. ഇതിലൂടെ നിങ്ങൾക്കും ഒരുപാട് സാധ്യതകൾ ലഭിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ മീഡിയ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യം ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും നിങ്ങളുടെ മുന്നിൽ തുറന്ന് കിടക്കുക. അപ്പോൾ അതെല്ലാം നല്ല രീതിയിൽ ഉപയോഗിക്കുക. മീസ്കോപ്പിന്റെ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് നമുക്ക് ഒത്തിരി ഇഷ്ടമായി. ക്യാമറയെ കുറിച്ചാണെങ്കിൽ എല്ലാത്തിനെ കുറിച്ച് കൂടുതൽ അറിവ് കിട്ടി. ഫോട്ടോഗ്രാഫി, ഗ്രാഫിക് ഡിസൈനിനെ കുറിച്ച് കൂടുതൽ അറിവ് കിട്ടി. എല്ലാം തിയറി ബേസ് ആയിരുന്നു, എല്ലാം പ്രാക്ടിക്കൽ ബേസ് ആയിരുന്നു. എല്ലാം നല്ല യൂസ്ഫുൾ ആയിരുന്നു. താങ്ക് യു. കേരളവാണി വർക്ക്ഷോപ്പിൽ വന്നതിന് ശേഷമാണ് ഞാൻ ക്യാമറയിൽ എങ്ങനെയാണ് അത് അറേഞ്ച് ചെയ്യുന്നതെന്ന് പഠിച്ചത്. ഇന്നിപ്പോൾ വീട്ടിൽ പോയിട്ട് ഷോ കാണിച്ചിട്ടാണെങ്കിലും എനിക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് തന്നത് ഈ ഒരു മീഡിയ വർക്ക്ഷോപ്പാണ്. നല്ല അടിപൊളി ക്ലാസ് ആയിരുന്നു. ഇന്ററാക്ട് ചെയ്യാനാണെങ്കിലും സാധനങ്ങളെല്ലാം സൂപ്പറായിരുന്നു. നിങ്ങൾക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു കേരളവാണി.